ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ സംസാരിക്കുന്നത് ഈ സൂപ്പർ ബ്ലൂ മൂൺ, ഈ ഒരു ഫുൾ മൂൺ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശങ്ങൾ എന്താണ് എന്നുള്ളതാണ്. അതിനുശേഷം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. സോ ഈ ഒരു ഡെക്കാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പൈൽ നമ്പർ 1, ഈ ഒരു ഡെക്കാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ പൈൽ നമ്പർ 2, ആൻഡ് ഇതാണ് ചൂസ് ചെയ്യുന്നത് എങ്കിൽ പൈൽ നമ്പർ 3. ഓക്കെ, സോ നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. ഓക്കെ, സോ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് റൈഡേഴ്സ് ഡെക്കാണ് എങ്കിൽ, നമ്മുടെ ട്രഡീഷണൽ റൈഡേഴ്സ് ഡെക്ക് ആണ് എങ്കിൽ നിങ്ങൾക്കുള്ള സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. സോ പൈൽ നമ്പർ 1, ഈ ഒരു സൂപ്പർ ബ്ലൂ മൂൺ അഥവാ ഈ ഒരു ഫുൾ മൂൺ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം, അതായത് ഓഗസ്റ്റിലെ ഫുൾ മൂൺ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ഇതിനുശേഷം നിങ്ങളുടെ ജീവിതത്തിൽ വരാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെ എന്ന് നമുക്ക് നോക്കാം. പൈൽ നമ്പർ 1. Ace of Swords, Justice energy, 3 of Wands, King of Cups, Magician, 9 of Pentacles energy. So, pile number 1, നിങ്ങൾക്ക് ആദ്യത്തേത് Ace of Swords energy ആണ്. സോ ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഈ ഒരു ഏസ് ഓഫ് സോർട്സ് എനർജി നിങ്ങൾക്ക് നൽകുന്ന, ഈ ഒരു ഫുൾ മൂൺ സമയത്ത് നിങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മൾ പലപ്പോഴും പലതിൻ്റെയും തുടക്കം ഈ ഒരു ഫുൾ മൂൺ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ അവസാനിക്കുന്നതോടൊപ്പം തന്നെ പലതിൻ്റെയും തുടക്കം കൂടിയിട്ടായിട്ടാണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കണക്കാക്കാവുന്നത്. ഏതൊക്കെ കാര്യങ്ങളിലാണ് നിങ്ങൾ തുടക്കം കുറിക്കുന്നത് എന്നുള്ളതിലേക്ക് പോവുകയാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പലപ്പോഴായിട്ട്, നമ്മളുടെ പലരുടെയും ജീവിതത്തിൽ പലപ്പോഴും നമ്മൾക്ക് ഒരിക്കലും പറ്റില്ല എന്ന് നമ്മളുടെ ഉള്ളിൽ നമ്മൾ വിചാരിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളെ തളർത്തുന്ന ചില ചിന്തകൾ നമ്മളുടെ ഉള്ളിലുണ്ടാവും. അങ്ങനെയുള്ള ചിന്തകളിൽ നിന്നൊക്കെ, അതിൽ നിന്നൊക്കെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് കൂടിയിട്ടായിരിക്കും ഈ ഒരു ന്യൂ മൂൺ എന്ന് പറയുന്നത്. പല കാര്യങ്ങളിലും നിങ്ങൾ തുടങ്ങി വെക്കേണ്ടത് ഇതുവരെ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഭയം കാരണം നിങ്ങൾ തുടങ്ങി വെക്കാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ നമ്മൾ പറയുമല്ലോ, ഒരു തെളിച്ചമില്ല, ഒരു ക്ലൗഡഡ് ആണെന്നും കാണാൻ പറ്റില്ല എന്ന് നമ്മൾ പറയും. മേഘങ്ങൾ കൊണ്ട് മൂടുമ്പോൾ ആകാശം കാണാൻ പറ്റാത്ത അവസ്ഥ പോലെ നിങ്ങളുടെ ജീവിതത്തിൽ പലതും കാണാതെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു വ്യക്തതയില്ല ജീവിതത്തിൽ ഏത് വഴി പോകണം എന്നുള്ളത്. നമ്മളിപ്പോൾ വാഹനം ഓടിക്കുന്ന സമയത്ത് മുമ്പിൽ മൂടൽമഞ്ഞുണ്ടാകുമ്പോൾ മുന്നോട്ടേക്ക് പോകാൻ പ്രയാസമായിരിക്കുന്നത് എങ്ങനെയാണോ, അതുപോലത്തെ അവസ്ഥയാണെങ്കിൽ ഈ ഒരു ഫുൾ മൂണിന് ശേഷം ആ ഒരു മൂടൽമഞ്ഞ് അകന്നു പോകുന്നു എന്നുള്ളതാണ്. ട്രയംഫ്, വിക്ടറിയാണ് ജീവിതത്തിലേക്ക് വരുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ച് ഇതൊരു പ്രണയമാകാം. ഇവിടെ ഈ ഒരു എനർജിയിൽ പ്രണയം എന്ന് പറയുമ്പോൾ ആ ഒരു പ്രണയം ഒരു പൈങ്കിളി പ്രണയം എന്നുള്ള രീതിയിലല്ല. ഒന്നുകിൽ ഇത് ഒരിക്കൽ വിവാഹം കഴിഞ്ഞവരായിരിക്കും, അല്ലെങ്കിൽ ബ്രേക്കപ്പ് കഴിഞ്ഞവരൊക്കെ ആയിരിക്കാം. അപ്പോൾ വിവാഹത്തെക്കുറിച്ചോ പ്രണയത്തെക്കുറിച്ചോ ഉള്ള നിങ്ങളുടെ സങ്കല്പം ചിലപ്പോൾ മാറിയിട്ടുണ്ടാവും. ജീവിതത്തിൽ പ്രണയം നൈരാശ്യം ഉണ്ടായിട്ടുള്ളവരാണെങ്കിൽ ആ ഒരു ചിന്ത, അല്ലെങ്കിൽ ഒരു പൈങ്കിളി എന്നുള്ള രീതിയിലല്ല, ഒരു ജീവിത പങ്കാളി എന്നും കൂടെ നിൽക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ലെവലിലേക്ക് ചിന്ത പോയിട്ടില്ല, മെച്യൂറായിട്ട് ചിന്തിക്കുന്ന ഒരു ജീവിത പങ്കാളി, അങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനുള്ള സാഹചര്യം കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളും വ്യക്തമാകുന്നതോടൊപ്പം തന്നെ എങ്ങനെ ഒരു ജീവിത പങ്കാളിയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളൊരു കാര്യത്തിലും നിങ്ങൾക്ക് വ്യക്തത വരുന്നുണ്ട്. ആ ഒരു വ്യക്തത നിങ്ങൾക്ക് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ എന്താണ്, നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ഇതിനു മുമ്പ് ചിലപ്പോൾ നിങ്ങളുടെ അറേഞ്ച് മാരേജ് ആയിരിക്കാം, അല്ലെങ്കിൽ പ്രണയത്തിലാണെങ്കിൽ പോലും നിങ്ങൾക്കൊരു ഭയങ്കര വൈകാരികമായിട്ടുള്ള തീരുമാനങ്ങളായിരിക്കും എടുത്തിട്ടുണ്ടാവുക. കാരണം നിങ്ങൾക്ക് എങ്ങനെ തീരുമാനം എടുക്കാൻ പറ്റിയ പക്വത ഉണ്ടായി കാണില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരായിരിക്കും തീരുമാനം എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലൊക്കെ ഒരു മാറ്റം നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയത്ത് കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് ഇപ്പോൾ നമ്മൾ ജസ്റ്റിസ് എനർജിയാണ്. അപ്പോൾ ജസ്റ്റിസ് എനർജി നമുക്ക് പലപ്പോഴും അറിയാം, ജസ്റ്റിസ് കിട്ടേണ്ട സമയത്ത് നമ്മൾക്ക്, അതായത് ന്യായം ലഭിക്കേണ്ടുന്ന സമയത്ത് ന്യായം നീതിയും ലഭിക്കുന്നില്ല എങ്കിൽ പിന്നീട് അത് ലഭിച്ചിട്ട് കാര്യമില്ല എന്ന് നമ്മൾ പറയും. ഇവിടുത്തെ ഒരു എനർജി എന്ന് പറയുമ്പോൾ എന്താണ്,
ലോ ആണ്, ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ ചില ആളുകളെ സംബന്ധിച്ച് പറയാം, നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന ചില കാര്യങ്ങൾ കിട്ടേണ്ട സമയത്ത് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ എന്നിരുന്നാലും വൈകിയാണെങ്കിൽ കൂടിയും ഇവിടെ നിങ്ങൾക്ക് ലഭിക്കേണ്ടത് ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ലഭിക്കേണ്ട സമയത്ത് ലഭിക്കാത്തത് കൊണ്ടുള്ളൊരു സങ്കടവും, അന്ന് ലഭിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം സന്തോഷമായനെ, ആ ഒരു ലെവലിലുള്ളൊരു സന്തോഷം ഒന്നുമില്ലെങ്കിൽ കൂടിയും വൈകിട്ടാണെങ്കിലും നിങ്ങൾ, ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ നിരപരാധിത്വം തെളിയിക്കാനുള്ള ഒരു അവസരമാണെങ്കിൽ വൈകിയാണെങ്കിൽ പോലും ആ ഒരു നിരപരാധിത്വം തെളിയിച്ചു എന്നതിന്റെ ഒരു തൃപ്തി നിങ്ങൾക്കുണ്ടാകുന്നു എന്നുള്ളതാണ്. അതായത് ഒരു സംതൃപ്തി ഉണ്ടാകുന്നുണ്ട്, പക്ഷെ പറഞ്ഞ പോലെ ആ ഒരു വൈകി കിട്ടിയ ന്യായം ന്യായമല്ല എന്ന് പറയുന്ന പോലെ വൈകി കിട്ടുന്ന നീതി ഒരിക്കലും നീതിയായി മാറുന്നില്ല എന്നുള്ളത്. കാരണം അത് എത്രത്തോളം വൈകിക്കുന്നു അത്രത്തോളം അതിന്റെ വാല്യൂ നഷ്ടപ്പെടുകയാണെന്നുള്ളത്. പക്ഷെ എന്നിരുന്നാലും ആ ഒരു ന്യായം നീതി ഒക്കെ ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പല മേഖലകളിലാവാം ഇത്. ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ കേസ്, കോടതി കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നവരെ സംബന്ധിച്ച്. മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത് കർമ്മയാണ്. കർമ്മ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്തിട്ടുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ഫലമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ കേസ്, കോടതി, ന്യായത്തിന്റെ ലീഗലായിട്ട് നിയമപരമായിട്ട് തന്നെ നീതി ന്യായം എന്നുള്ള രീതിയിൽ നടക്കണമെന്നില്ല. നമ്മൾ അത് ത്രാസിൽ വെച്ച് അളന്ന് തൂക്കി നീതി ന്യായം നോക്കുന്നത് ലീഗലായിട്ടുള്ള നിയമപരമായിട്ടുള്ള രീതിയിൽ. പക്ഷെ ആ ഒരു ഭഗവാന്റെ കോടതിയിൽ നിന്നൊക്കെ നമ്മൾ പറയില്ല, ആ ഒരു പ്രപഞ്ചശക്തിയുടെ വിധി എന്ന് പറയുന്നത് അതിനൊരിക്കലും ഒരു കോട്ടം തട്ടുകയുണ്ടാവില്ല. ശരിയായിട്ട് കിട്ടേണ്ടവർക്ക് കിട്ടേണ്ട തട്ട് കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ട പോലെ തന്നെ കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ പലരെയും സംബന്ധിച്ച് ചെയ്ത കർമ്മത്തിനുള്ള ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അത് പലരെയും പല കാര്യങ്ങളിലായിരിക്കും. ഇപ്പോൾ ചില ആളുകൾ ജോലിയിലായിരിക്കും, കുടുംബ അന്തരീക്ഷത്തിലായിരിക്കും, മറ്റെന്തെങ്കിലും കാര്യത്തിലും ആവാം. ഓക്കെ, അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് 3 of Wands എനർജിയാണ്. കുറച്ചധികം നാളായിട്ട് നിങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും മുന്നോട്ടേക്ക് പോകുന്നില്ല. അങ്ങനെയൊക്കെ ഉള്ളൊരു തോന്നൽ നിങ്ങളുടെ മനസ്സിലുണ്ട്. എന്തുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് നീങ്ങാത്ത, അല്ലെങ്കിൽ തടസ്സം ഒത്തിരി ലൈഫിൽ ഉണ്ട്, പല കാര്യങ്ങളും തടസ്സമുണ്ട് എങ്കിൽ ആ തടസ്സമൊക്കെ മാറ്റി നിങ്ങൾ ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് നീങ്ങണം. അതായത് കാര്യങ്ങളൊന്നും മുന്നോട്ടേക്ക് നീങ്ങുന്നില്ല എന്ന് ചിന്തിച്ച് നിൽക്കുന്നിടത്ത് നിന്ന് സ്ലോലി പതുക്കെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ്. പിന്നെ ഇത് സൂചിപ്പിക്കുന്ന ചില ബിസിനസ്, ട്രേഡിംഗ് അതുപോലുള്ള കാര്യങ്ങളാണ്. വ്യാപാര വ്യവസായ രംഗത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളിലെ മാറ്റങ്ങളാണ്. അപ്പോൾ ചില ആളുകൾ ബിസിനസ് പോലെയുള്ള സംരംഭങ്ങൾ തുടങ്ങുന്നുണ്ട്, അത് മുന്നോട്ടേക്ക് നീങ്ങാനുള്ള ഒരു കാത്തിരിപ്പാകാം. വിദേശ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ബിസിനസ്സുകളാവാം, എക്സ്പോർട്ട്, ഇമ്പോർട്ട്. പിന്നെ കടലുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കടല്, പുഴ, വെള്ളമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇപ്പോൾ ഫിഷ് ട്രേഡിങ്ങിന്റെ ഇതായിരിക്കാം, ചിലപ്പോൾ വ്യാപാരമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മീനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടായിരിക്കാം. മത്സ്യകൃഷി ആവാം, അല്ലെങ്കിൽ എക്സ്പോർട്ട്, ഇമ്പോർട്ട് പോലുള്ള കാര്യങ്ങളും. അതേപോലെ തന്നെ ഷിപ്പുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ ഷിപ്പുമായിട്ട് ബന്ധപ്പെടുത്തി എന്ന് പറയുമ്പോൾ ഏത് മേഖലയിലാവാം. ഷിപ്പിൽ എന്തെങ്കിലും ഷിപ്പ് നിർമ്മിക്കുന്ന കമ്പനിയിൽ ജോലി ചെയ്യുന്നോ, ഷിപ്പ് അതുമായിട്ട് ബന്ധപ്പെടുത്തിയോ, അല്ലെങ്കിൽ നിങ്ങൾ ഷിപ്പിൽ എന്തെങ്കിലും ജോലിയായിരിക്കും, ഷിപ്പിൽ വർക്ക് ചെയ്യുന്ന ഇതായിരിക്കാം, ക്യാപ്റ്റൻ ആയിരിക്കാം, മറ്റെന്തെങ്കിലും തരത്തിലുള്ള ജോലി. ഇങ്ങനെയുള്ള മേഖലയിലേക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് ഇത് ഈ ഒരു പറയുന്ന സമയം മുന്നോട്ടേക്ക് ഒത്തിരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയിട്ടാണ്. അതേപോലെ തന്നെ പൊതുവിൽ പറയുകയാണ് എങ്കിൽ നിങ്ങൾ കാത്തിരിക്കുന്ന എന്താണോ, നിങ്ങൾ കാത്തിരിക്കുന്ന ഷിപ്പ് നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ചുരുക്കം. അപ്പോൾ എന്താണോ അത് എന്നുള്ളത് നിങ്ങളെ പൊരുത്തിരിക്കും, അത് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, കിങ് ഓഫ് കപ്സ് എനർജിയാണ് നെക്സ്റ്റ് വന്നിട്ട്. സോ ഈ ഒരു എനർജി, കിങ് ഓഫ് കപ്സ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പലരും പല കാര്യങ്ങളിലും, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വളരെ ഒരു ഹയർ പൊസിഷനിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഇവിടെ കാണിക്കുന്നുണ്ട്. ലീഗലായിട്ടുള്ള രീതിയിൽ, ലീഗൽ പൊസിഷനിൽ ഇപ്പോൾ നിങ്ങളൊരു ലോയറോ ജഡ്ജോ അങ്ങനെയുള്ളൊരു സ്ഥാനത്തിലേക്ക് കയറുന്ന ഒരു സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ പല കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായിട്ടുള്ള ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന സമയമാണ് മുന്നോട്ടേക്ക് കാണിക്കുന്നത്. അപ്പോൾ ശരിയായിട്ടുള്ള തീരുമാനം എന്ന് പറയുമ്പോൾ
അത് ഇനി ഇപ്പോൾ പലരും പല കാര്യങ്ങൾ പല അഭിപ്രായങ്ങളോ എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ആളുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പലതും കണ്ടില്ല, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ നല്ലതല്ലാത്ത കാര്യങ്ങളൊക്കെ കണ്ടില്ല എന്നടിക്കും. പക്ഷെ നമ്മൾക്ക് ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ അതായത് നമുക്ക് ഇഷ്ടമുള്ള ആളുകൾ എന്ത് ചെയ്താലും അത് നമ്മൾ ഓക്കെ ആണ്. പലപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കണ്ടില്ല എന്നടിക്കും. പക്ഷെ അതേസമയം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒരു കൊച്ചു കാര്യമാണെങ്കിൽ പോലും അത് നമ്മൾ വലുതാക്കി കാണിക്കും, ഇവരെങ്ങനെ ചെയ്തത് തെറ്റാണ് എന്നുള്ള രീതിയിൽ. ഈ ഒരു സമയത്ത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ല, മറിച്ച് ശരിയായിട്ടുള്ള രീതിയിൽ വ്യക്തമായിട്ടുള്ള ഫെയർ മാൻ എനർജിയാണ്. ഫെയർ മാൻ ഒരു വുമൺ എനർജിയാണ്. ഫെയർ ട്രേഡ് ആണ് അതേപോലെ തന്നെ കാണിക്കുന്നത്. ഫെയർ ആയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. ഒരു ന്യായാധിപനെ പോലെ ആയിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വരുന്നത്. കാരണം ഒരു സുഹൃത്തായി പോയത് കൊണ്ട് മാത്രം അവർ ചെയ്യുന്ന എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതി അല്ല എന്നുള്ളത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ പലരും നിങ്ങളുടെ അടുത്ത് അഭിപ്രായങ്ങൾ ചോദിക്കാം പല കാര്യങ്ങളെക്കുറിച്ച്. അതേപോലെ തന്നെ ചില സുഹൃത്തുക്കൾക്ക് നീരസം ഉണ്ടായേക്കാം എന്നുള്ളത് കൊണ്ട്. മജീഷ്യൻ എനർജിയാണ്. ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഒത്തിരി സാധ്യതകളുള്ള ഒരു സമയമാണ് എന്ന് തന്നെ പറയാം. ജോലിയിൽ ഉയർച്ച ഉണ്ടാകുന്നുണ്ട്, പ്രൊമോഷൻ അതുപോലെയുള്ള കാര്യങ്ങൾ, ശമ്പള വർധനം ഉണ്ടാകുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഉയർച്ച ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്ത് കാര്യത്തിനാണെങ്കിലും നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടാൽ അതിൽ വിജയിച്ചു കയറുന്ന ഒരു സാഹചര്യമാണ്. ഏതിലും ഒരു പ്രത്യേകതര ഒരു കഴിവുണ്ട്. നിങ്ങൾ എന്തിലേക്ക് ഇറങ്ങിയാലും അതിൽ ഉയർന്ന് മികച്ച് കയറുന്ന ഒരു സാഹചര്യമാണ്. അതേപോലെ വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. നിങ്ങളുടെ കയ്യിൽ റിസോഴ്സസ് ഉണ്ട്. അപ്പം നമ്മൾ അറിയാം മജീഷ്യൻ എനർജിയുടെ കയ്യിൽ എല്ലാ മൈനർ ആർക്കോണാസും ഉള്ളതാണ്. അതായത് വാണ്ട്, സോഡ്സ്, കപ്പ്, പെന്റക്കിൾസ് എല്ലാം ഉണ്ട്. അതായത് നിങ്ങളുടെ കൈകളിൽ എല്ലാം ഉണ്ട്. നിങ്ങൾ ഇറങ്ങി തിരിച്ചാൽ എല്ലാം സാധ്യമാകും. പക്ഷെ എന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് ചിന്തിച്ചാൽ ഒന്നുമില്ല എന്ന് തന്നെയാണ്. കാരണം ഒരു മജീഷ്യൻ നമുക്കറിയാം ഒന്നുമില്ലായ്മയിൽ ശൂന്യതയിൽ നിന്ന് എല്ലാം സൃഷ്ടിക്കുന്നതാണ് മജീഷ്യൻ. ആ ശൂന്യത എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ കണ്ണിലാണ്, ബാഹ്യമായിട്ട് ഉള്ള ഈ ഒരു ലോകത്തിൽ, നമ്മുടെ ഫിസിക്കൽ വേൾഡിൽ. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്ന് നോക്കി ചിന്തിച്ചാൽ അറിയാം ആ ഒരു ശൂന്യത. അതേപോലെ എനർജി ഓഫ് ഇൻഫിനിറ്റി ആണ്. ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ അനന്തമാണ്. നമ്മൾക്ക് ആ ശൂന്യത എന്ന് പറയുന്നത് എല്ലാം കണക്റ്റഡ് ആണ്. ഒന്നുമില്ലായ്മയും എല്ലാം ഉള്ളതും ആ ഒരു കണക്ഷൻ, ആ ഒരു സ്പിരിച്വാലിറ്റി, ആ ഒരു ലെവൽ ഓഫ് ഇന്റലക്ട് നിങ്ങളുടെ മാറുകയാണ്. പല കാര്യങ്ങളും നിങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങുകയാണ്. നിങ്ങളിൽ വിശ്വസിക്കുന്നു എന്നുള്ളത് സ്വയം അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയാൽ പലപ്പോഴും അത് എളുപ്പമായിട്ടുള്ള കാര്യമല്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ലെവലിൽ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് ഇത് കൊണ്ട് എത്തിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് 9 ഓഫ് പെന്റക്കിൾസ് എനർജിയാണ്. അപ്പോൾ ഏത് കാര്യത്തിനാണെങ്കിലും നമ്മൾ പറഞ്ഞ പോലെ തുടക്കം കുറിക്കുക, ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കുക ചെയ്യുകയാണ് എങ്കിൽ ഈ ഒരു എനർജി, അതായത് ഇതൊരു കർമ്മയാണ്, ചെയ്ത പ്രവൃത്തിക്കുള്ള ഫലം ലഭിക്കുന്നു എന്നുള്ളത്. അതായത് അബണ്ടൻസ് ആണ്, സമൃദ്ധിയും ഐശ്വര്യമാണ് സൂചിപ്പിക്കുന്നത്, സക്സസ് ആണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ച് അടുത്ത് തന്നെ വീട് എന്നുള്ളൊരു സ്വപ്നം യാഥാർത്ഥ്യമാകുന്നുണ്ട്. ചില ആളുകൾ നിങ്ങൾ ഫാം ലാൻഡ് പോലെയൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അതായത് കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ഥലം വാങ്ങിക്കുകയോ പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുകയോ ചെയ്യുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ചില ആളുകൾ സൂചിപ്പിക്കുന്നുണ്ട്. മറ്റു ചിലർ നിങ്ങളൊരു യൂട്യൂബ് ചാനലോ അതുപോലെ ചെറിയ രീതിയിൽ വലിയ വരുമാനമില്ലാത്ത അല്ലെങ്കിൽ വലിയ രീതിയിൽ കയ്യിൽ നിന്ന് മുതൽ മുടക്കില്ലാത്ത രീതിയിൽ സംരംഭങ്ങൾ തുടങ്ങുന്നുണ്ട്. ചെറിയ രീതിയിൽ തുടങ്ങുന്ന രീതിയിൽ അങ്ങനെ തുടങ്ങി അത് വലിയ ലെവലിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യത്തിലേക്കും കൊണ്ടെത്തിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ചില ആളുകൾ കൃഷി തുടങ്ങുന്നത്. ഇപ്പൊ കൃഷി എന്ന് പറയുമ്പോൾ ഇപ്പോൾ മത്സ്യകൃഷി ആവാം, ചെടികള്, പൂക്കള്, അല്ലെങ്കിൽ പച്ചക്കറിയോ അല്ലെങ്കിൽ കിളികളെ വളർത്തുന്നത്, എന്ത് തരത്തിലും വ്യത്യസ്തമായിട്ടുള്ള മൈക്രോ ഗ്രീൻസ് ചില ആളുകൾ തുടങ്ങുന്നുണ്ട്. വ്യത്യസ്തത പുലർത്തുന്ന തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ, അതായത് കുറച്ചിടത്ത് കൂടുതൽ കൃഷി ചെയ്യാൻ പറ്റുന്ന തരത്തിലോ അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് എങ്ങനെ കുറച്ച് മുതൽ മുടക്കിലോ കുറച്ച് റിസോഴ്സസിലോ കാര്യങ്ങൾ മുന്നോട്ടേക്ക് എത്തിക്കാം എന്നുള്ളൊരു രീതിയിൽ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്ന ഒരു സമയം എന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ച് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നമുക്ക് പൈൽ നമ്പർ 2ലേക്ക് കടക്കാം. പൈൽ നമ്പർ 2 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ,
സോ പയൽ നമ്പർ 2 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശങ്ങൾ. ഈ ഒരു ഫുൾ മൂണിന് ശേഷം, അതായത് ഈ സൂപ്പർ ബ്ലൂ മൂണിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് പയൽ നമ്പർ 2 എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ. ഓക്കെ, സെന്റ് ജോൺസ് വർത്ത് ആണ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് പ്ലാന്റെയിൻ. നെറ്റിൽ എനർജി, സ്ട്രോങ് കണക്ഷൻസ് ആണുള്ളത്. വൈൽഡ് റോസ്, കാറ്റ്-ടെയിൽ, വയലറ്റ്. അപ്പോൾ നിങ്ങളുടെ എനർജി, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു എനർജി, അതായത് സെന്റ് ജോൺസ് വർത്ത് എന്ന് പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധി വരെ നിങ്ങൾ പല കാര്യങ്ങളും സഹിച്ചിട്ടുണ്ടാവാം ജീവിതത്തിൽ. ഇനി അങ്ങോട്ടേക്ക് സഹനത്തിന്റെ നിമിഷങ്ങളല്ല, മറിച്ച് ഉയർത്തെഴുന്നേൽപ്പിന്റെ നിമിഷങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണ് ഇതെന്ന് നമുക്ക് ഇവിടെ പറയാവുന്നതാണ്. ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾ അതായത് പലപ്പോഴും പലർക്കും മുമ്പിൽ ഔച്ചാനിച്ച് നിൽക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ഒന്നുമല്ല എന്നായി പോകുന്നു എന്നുള്ള രീതിയിലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല നിങ്ങൾ പോലും എന്നുള്ളൊരു ചിന്തയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ വളരെ വ്യത്യസ്തമായിട്ട്, അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സംസാരിക്കാനായിട്ട് തുടങ്ങുകയാണ്. ഇത് സൂചിപ്പിക്കുന്നത് ശക്തിയാണ്, മനോധൈര്യമാണ് സൂചിപ്പിക്കുന്നത്. ഇനി നിങ്ങളെ ആരെങ്കിലും മുതലെടുക്കുക അല്ലെങ്കിൽ നിങ്ങളെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കെതിരായിട്ട് ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, അന്യായമായിട്ട് നിങ്ങളെ ക്രൂശിക്കുന്നുണ്ടെങ്കിൽ, ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഒന്നും മിണ്ടാതെ ഇരിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ത്യാഗം സഹിച്ച് ആരെന്ത് പറഞ്ഞാലും മിണ്ടാണ്ടിരിക്കുന്ന ആ ഒരു വ്യക്തിയെ അല്ല നിങ്ങൾ, മറിച്ച് നിങ്ങൾ തിരിച്ച് അവരെ ചോദ്യം ചെയ്യാണ്. അവരുടെ അങ്ങനെയുള്ള സംസാര രീതികളെ നിങ്ങൾ ഒരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യുന്നുമില്ല എന്നുള്ളതാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. പിന്നെ പല കാര്യങ്ങളിലുള്ള തടസ്സങ്ങളായിക്കൊള്ളട്ടെ, ചലഞ്ചസ് ആയിക്കൊള്ളട്ടെ, ഇതിനെയൊക്കെ നിങ്ങൾ അതിജീവിച്ചിട്ട് ജീവിതം മുന്നോട്ടേക്ക് പോകും. ജീവിതത്തിനൊരു സ്ഥിരത ഉണ്ടാകുന്ന എനർജിയാണ്. പിന്നെ ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് ഒരു റെഡ് ചക്ര കണക്ഷൻ ഡൗൺലോഡ് ആയിട്ടുണ്ട്. അത് സൂചിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരതയാണ്, ഒരു റൂട്ടഡ് ആയിരിക്കുകയാണ്, സ്റ്റേ റൂട്ടഡ് എന്നുള്ള എനർജിയാണ്. അതായത് മൂലാധാര ചക്രം ബാലൻസ്ഡ് ആകുമ്പോൾ ജീവിതത്തിൽ സ്ഥിരത ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. അതായത് നമ്മൾ സ്ഥിരത എന്ന് പറയുമ്പോൾ ചില ആളുകൾ പറയും സ്വന്തമായിട്ടൊക്കെ ഒരു വീടുണ്ട്, ഒരു ജോലിയുണ്ട്, പെർമനന്റ് ആയിട്ട് ജോലി, അല്ലെങ്കിൽ നല്ല വീട്, നല്ല സാഹചര്യങ്ങൾ, അപ്പോൾ നമ്മൾ സെറ്റിലായി. അതാണ് ബാഹ്യമായിട്ട് ഒരാൾ പറയുമ്പോൾ അവർ സെറ്റിലായി എന്ന് പറഞ്ഞാൽ അവരൊരു സ്ഥലത്താണ്, അവിടെ നല്ല ജോലിയുണ്ട്, നല്ല വീടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ആ വ്യക്തിയോട് ചോദിച്ചാൽ എന്തൊക്കെയോ കുറവുകളുണ്ട്. അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ അവർ ഒട്ടും സെറ്റിൽഡ് ആയിട്ടില്ല. കാരണം അപ്പോഴും അവരുടെ ഉള്ളിൽ പല ചിന്തകളാണ്. ഇത് ശരിയായിരുന്നോ എന്ന്. എത്ര കാലം നമ്മുടെ ഉള്ളിൽ നമ്മൾ ഒരു കാര്യം, ഇതാണ് ഞാൻ ഇനി മുതൽ ഇവിടെയാണ്, ഇതാണ് എൻ്റെ ലോകം, ഇതാണ് എൻ്റെ ജോലി, ഇതാണ് എൻ്റെ വീട്, ഇതാണ് എന്ന് സ്ഥിരത, ഞാനിവിടെ സെറ്റിലായി എന്ന് നിങ്ങളുടെ മനസ്സ് പറയുന്നില്ല എങ്കിൽ നിങ്ങൾ സെറ്റിൽഡ് ആയിട്ടില്ല. സെറ്റിൽഡ് ആയി എന്ന് പറയുന്നത് ഒരു വീട് വയ്ക്കുന്നത്, കല്യാണം കഴിക്കുന്ന കുട്ടികളാവുന്നത്, ഇതൊക്കെയാണ്, അല്ലെങ്കിൽ നല്ലൊരു ജോലി ഉണ്ടാകുന്നത് എന്ന് ബാഹ്യമായിട്ടുള്ള ചിന്തയാണ്. അതായത് ഒരു സൊസൈറ്റിയുടെ ചിന്തയാണ്. പക്ഷെ നിങ്ങൾ സെറ്റിൽ ആവണമെങ്കിൽ നിങ്ങളുടെ മനസ്സ് സെറ്റിൽ ആവണം. അത് ഇതുവരെ ആയിട്ടില്ല എങ്കിൽ അത് സെറ്റിൽ ആവുകയാണ് ചെയ്യുന്നത്. അതായത് സ്ഥിരതയാണ് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ, സമാധാനവും സ്വസ്ഥമായിട്ടുള്ളൊരു ജീവിതത്തിലാണ് നിങ്ങൾ ഉള്ളത് എന്നുള്ളത്. നിങ്ങൾക്കൊരു സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്, സുരക്ഷിതത്വം നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന റെഡ് ചക്ര ബാലൻസ് ചെയ്യണം. ഇനി നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചിന്തകളുണ്ടെങ്കിൽ കുങ്കുമം തൊടുന്നത് നല്ലതായിരിക്കും. അല്ല എങ്കിൽ ഒരു ചുവന്ന തുണി, സാറ്റേണിന്റെ ചുവപ്പ് കളറ്, അല്ലെങ്കിൽ ഒരു റെഡ് ആപ്പിള്, റെഡ് കളറായിട്ട് എന്തെങ്കിലും ഫ്രൂട്ട്സ് കയ്യിൽ എപ്പോഴും കൊണ്ടു നടക്കാവുന്നതാണ്. ഇതൊക്കെ ചക്ര ബാലൻസിങ്ങിന് നിങ്ങളെ സഹായിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വന്നിട്ട് പ്ലാന്റെയിൻ എനർജിയാണ്. ഈ ഒരു എനർജി പറയുകയാണെങ്കിൽ പ്ലാന്റെയിൻ എനർജി അമിതമായിട്ടുള്ള ഒരു ആവശ്യത്തിൽ കവിഞ്ഞൊരു എക്സാജറേഷൻ കാണിക്കുന്നുണ്ട്. ഉള്ളതും ഇല്ലാത്തതും ഒക്കെ കൂട്ടിച്ചേർത്ത്, അതായത് ആവശ്യത്തിൽ കൂടുതലാണ് നിങ്ങൾക്ക്. നിങ്ങൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ ആദ്യം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വരുമ്പോഴത്തേക്കും ഒരാൾ നിങ്ങളോട് പറഞ്ഞൊരു കാര്യം
ഒരാള് നടന്നു പോകുമ്പോൾ ഒരു കുഴിയിൽ വീണു, ചെറിയൊരു കുഴിയിലൊന്ന് കാല് തട്ടിയെന്നോ അല്ലെങ്കിൽ വീണു എന്ന് പറയുമ്പോൾ കുളത്തിൽ വീണു എന്നുള്ള രീതിയിലേക്ക് അത് ആക്കി മാറ്റുന്ന ലെവൽ ഓഫ് എക്സാജുറേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ എക്സാജുറേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല എങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ എനർജിയിൽ എന്തിനേയും ഏതിനെയും കൂടുതലാക്കി പറയാനോ കൂടുതലാക്കി കാണിക്കാനുള്ള ഒരു എനർജി ഉണ്ട്. അപ്പോൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ആളുകളോട് സംസാരിച്ച് വരുമ്പോൾ സംസാരിച്ച് നിങ്ങൾ നിങ്ങളെ തന്നെ മറന്നു പോകുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ലെവലിലേക്ക് പോകാൻ തുടങ്ങുന്നുണ്ട് എങ്കിൽ ഒന്ന് കടിഞ്ഞാണിടാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എടുത്ത് പറയാനുള്ളത്. പിന്നെ ഇവിടെ ഒരു ഒരു എനർജി ഓഫ് നമ്മൾ പലപ്പോഴും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് വേണ്ടാത്തത് എന്താണോ എന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ ജീവിതത്തിൽ വേണ്ടാത്ത ഇനി അത് നിലനിൽക്കില്ല, അത് നമുക്ക് ആവശ്യമില്ല എന്നറിയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് അറിയാമെങ്കിൽ കൂടിയും നമ്മളത് വേണ്ടെന്ന് വയ്ക്കില്ല. കാരണം ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ എന്തൊക്കെ സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞാലും ചില കാര്യങ്ങളുണ്ട്. ചില വസ്ത്രങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ചില പാത്രങ്ങളായിരിക്കാം, ചില മറ്റെന്തെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞാലും താങ്ങാൻ പറ്റാത്തതാണെങ്കിൽ പോലും അത് എടുത്തു പൊക്കിക്കൊണ്ട് നടക്കുന്നത് ചിലപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചൊരു ബിസിനസ് ആയിരിക്കാം. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് എന്ന് പറയുന്നത് മുന്നോട്ടേക്കുള്ള പോക്കാണ് നിങ്ങളുടെ ലൈഫിൽ ഇനി വേണ്ടത്. അതിന് നിങ്ങൾ ആദ്യം നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം പലപ്പോഴും നമ്മൾ തന്നെയായിരിക്കും നമ്മളെ പുറകോട്ടേക്ക് വലിക്കുന്നത് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. അപ്പോൾ ഇവിടത്തെ ഒരു എനർജി എന്ന് പറയുന്നത് നമ്മളുടേതല്ലാത്ത കാര്യങ്ങൾ ആഗ്രഹിക്കാത്തത് പോലെ തന്നെ നമ്മളുടെ കയ്യിലിരിക്കുന്നത് ചിലപ്പോൾ നമ്മളുടേതല്ലായിരിക്കും. ഇനി നമുക്ക് അതുകൊണ്ട് ഒരു ആവശ്യവും ഉണ്ടായില്ല, എന്നാലും നമ്മൾ അതിൽ പിടിച്ച് തൂങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ആ ഒരു എനർജിയിൽ സ്റ്റക്കായിട്ട് നിൽക്കാതിരിക്കുക. നിങ്ങളുടേതല്ലാതെ ഇനി നിങ്ങൾ അതിൽ തന്നെ തൂങ്ങിക്കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ പറയില്ലേ. മുങ്ങാൻ പോകുന്ന കപ്പലിൽ തന്നെ നിൽക്കുക എന്നുള്ളത് ബുദ്ധിയുള്ള ഒരു കാര്യമില്ല. അത് മുങ്ങിപ്പോകുന്ന എന്തായാലും അറിയാം. അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കുക എന്നുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ അറിയാം, ഇതിനി ഒന്നും നടക്കില്ല എന്ന് ഉറപ്പുണ്ട് എങ്കിൽ അത് അവിടെ നിർത്തി മുന്നോട്ടേക്ക് പോകുന്നതാണ് പ്രായോഗികമായിട്ടുള്ളൊരു ചിന്ത അല്ലെങ്കിൽ രീതി, കാര്യം എന്ന് പറയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്കൊരു എനർജി ഓഫ് എന്താ പറയുക, ലവ്, ഒരു റൊമാൻസ്, നർച്ചറിങ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു തുടക്കം, പുതിയൊരു ജീവിതം, പുതിയൊരു എനർജി, പുതിയൊരു ലൈഫ്, പുതിയ പ്രണയബന്ധങ്ങൾ ഇതൊക്കെ വരുന്നുണ്ട്. പുതിയ സൗഹൃദങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ പ്രഗ്നൻസി സിറ്റുവേഷനും ആവാം ഇത്. കാരണം പുതിയൊരു ജീവിതത്തിലേക്കുള്ള ഒരു ചുവടുവയ്പ്, ഒരു അമ്മയാകുന്നത് അല്ലെങ്കിൽ ഒരു അച്ഛനാകുന്നത് എന്നുള്ളതിന്റെ ഒരു സന്തോഷം, അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു സന്തോഷ വാർത്ത അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ മുന്നോട്ടേക്ക് വരുന്ന ദിവസങ്ങളിൽ ഈ അടുത്ത പ്രഗ്നൻസി ഡ്യൂ ഡേറ്റ് പറഞ്ഞിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം, ഈ അടുത്താണ് നിങ്ങളുടെ പ്രഗ്നൻസി ഡ്യൂ ഡേറ്റ് പറഞ്ഞിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നിങ്ങളുടെ എനർജിയിൽ അനാവശ്യമായിട്ടുള്ള ടെൻഷനുണ്ട്, കുറച്ച് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ അനാവശ്യമായിട്ടുള്ള സ്ട്രെസ് ഒഴിവാക്കിയിട്ട് മുന്നോട്ടേക്ക് വരുന്ന സന്തോഷമുള്ള ദിവസങ്ങളിൽ എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്യാനായിട്ട് തീരുമാനിക്കുക എന്നുള്ള എനർജിയാണ്. കാരണം ഇവിടെ ഒരു ഒത്തിരി വേണ്ടാത്ത കാര്യങ്ങളിലെ ചിന്തകളുണ്ട്. അത് വിട്ടുകളഞ്ഞിട്ട് എവിടെ അങ്ങനെ ശിശുപരിപാലനത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. ഓക്കെ, അതാണ് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യം. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഇവിടെ നെറ്റിൽ എനർജിയാണ്. നെറ്റിൽ എനർജി നമുക്കറിയാം, ചൊറിയണം, തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അതായത് അതിനെ തൊടാൻ, അത് അനാവശ്യമായിട്ട് അതിനെ ഉപദ്രവിക്കാൻ ആരെയും സമ്മതിക്കില്ല. തൊട്ടാൽ ചൊറിയും എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്ന് തൊടാൻ ഒരു ചെറിയ ഭയം കാണും. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി, നിങ്ങളുടെ എനർജി ഇപ്പൊ പറയുകയാണെങ്കിൽ ഒരു നൈറ്റ് ഓഫ് സോർട്സ് എനർജി എന്ന് പറയുമ്പോൾ നമ്മളുടെ ചില കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മളുടെ ഉള്ളിന്റെ ഉള്ളില് നമ്മൾ എന്ന് പറയുന്ന വ്യക്തി എന്താണ് നമ്മൾ പലപ്പോഴും നമുക്കറിയില്ല. നമ്മുടെ ശക്തി എന്താണ്, നമ്മൾ ആരാണ്, നമ്മളുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള എനർജി എന്താണെന്ന് പലപ്പോഴും നമ്മൾ സ്വയം മനസ്സിലാക്കുന്നില്ല എന്നുള്ളത്. നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി എന്ന് പറയുന്നത് വളരെ കഴിവുള്ള, വളരെ കപ്പാസിറ്റിയുള്ള, വളരെ സ്കില്ലുള്ള ഒരു വ്യക്തി എന്നുള്ളത്. സെൽഫ് ഡിഫെൻസ്, നിങ്ങൾ സ്വയം നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസമില്ല, നിങ്ങളുടെ കഴിവിൽ വിശ്വാസമില്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ
എനർജി ഓഫ് നെറ്റിലാണ്. അതായത് അനാവശ്യമായിട്ട് നിങ്ങളെ തോണ്ടാൻ ചൊറിയാൻ വന്നാൽ അത് ആർക്കായാലും അതിനുള്ള പണി കിട്ടും എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഇവിടെ ആരോ നിങ്ങൾക്കെതിരായിട്ട് അനാവശ്യമായിട്ടുള്ള പ്രചരണങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്കെതിരായിട്ട് എന്തൊക്കെയോ പറയുന്നതായിട്ടോ അസൂയ മൂലവും മറ്റ് ഒരു കാര്യവുമില്ലാതെ നിങ്ങളെക്കുറിച്ച് അനാവശ്യങ്ങൾ പറയുന്നത് മറ്റുള്ളൊരു സാഹചര്യമുണ്ട്. അതേപോലെ തന്നെ ചില ആളുകൾ ഈ സ്നേഹം കാണിക്കുകയാണ് എന്നുള്ള രീതിയിൽ ഒരു സ്നേഹത്തോടെയുള്ള സംഭാഷണങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ അങ്ങ് ക്ഷീണിച്ചു പോയി അല്ലെങ്കിൽ കുറച്ച് തടിച്ചു പോയി എന്നുള്ള രീതിയിൽ സ്നേഹനിർഭരമായിട്ടുള്ള രീതിയിൽ ബോഡി ഷേമിങ് ചെയ്യുന്നവരുണ്ടാവാം. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് എവിടെ തൊട്ടാലാണ് ചൊറിയുന്നത് അല്ലെങ്കിൽ പൊള്ളുന്നത് എന്ന് മനസ്സിലാക്കി തിരിച്ചതുപോലെ തന്നെ സംസാരിക്കുന്ന ഒരു രീതിയിലേക്ക് ടിറ്റ് ഫോർ ടാറ്റ് എനർജി കാണിക്കുന്നുണ്ട്. എന്താണോ പറയുന്നത് ഉരുളയ്ക്ക് ഉപ്പേരി പോലെ എന്ന് നമ്മൾ പറയും, അതിന് നല്ല മറുപടി പറഞ്ഞു കൊടുക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരും നിങ്ങളോട് അനാവശ്യമായിട്ട് വഴക്കിടാനായിട്ട് വരുന്നില്ല എന്നുള്ളതും ഇവിടെ കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് വൈൽഡ് റോസ് ആണ്. വ്യക്തതയും നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കാര്യത്തിനും വ്യക്തതയും മറ്റും നിങ്ങൾ ഏതൊരു കാര്യത്തിനും വ്യക്തവും ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട തീരുമാനം ജീവിതത്തിൽ എടുക്കുന്ന ഒരു സമയം, വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ജീവിതത്തിൽ എടുക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. നിങ്ങൾ ജോലി സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ വിദേശത്തേക്ക് പോകാനായിട്ട് ചിന്തിക്കുന്ന ആളുകൾ എന്തിനാണ് നിങ്ങൾ അവിടെ പോകുന്നത്? ശമ്പളം, അവിടുത്തെ താമസം, അവിടുത്തെ ഭക്ഷണം, ഇതെല്ലാം കൂടി ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ട് ഇതെല്ലാം കൂടി നോക്കി കഴിയുമ്പോൾ നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ അവസാനം നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും മെച്ചം ഉണ്ടാവും, അതുകൊണ്ട് ഭാവിയിലേക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും. എല്ലാം കാര്യമായിട്ട് ആലോചിച്ച് നോക്കി പോവുക എന്നുള്ളതാണ്. പിന്നെ ചില ആളുകൾ വിദേശത്തേക്ക് പോകാം എന്നുള്ളൊരു തീരുമാനം അല്ലെങ്കിൽ ഏത് രാജ്യത്തേക്കാണോ പോകാൻ ഉദ്ദേശിച്ചത് ആ ഒരു രാജ്യത്തേക്കുള്ള പോക്ക് വേണ്ടെന്ന് വെച്ച് മറ്റൊരിടത്തേക്ക് പോകാനോ അല്ലെങ്കിൽ ലോൺ എടുത്തിട്ട് പഠിക്കാൻ പോകുന്ന, അതായത് വേറെ നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ ഒത്തിരി സാമ്പത്തികമായിട്ട് ഒത്തിരി ഉയർന്നു നിൽക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ ലോൺ എടുത്ത് പോയിട്ട് അതുകൊണ്ട് പ്രയോജനമൊന്നും ഇല്ലെങ്കിൽ പോലും തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവർ തെരുവിലിറങ്ങേണ്ട അവസ്ഥയൊന്നും ഉണ്ടാവുന്നില്ല. അതായത് സ്വന്തം ഒരൊറ്റ കിടപ്പാടം പോലും പണയം വെച്ച് പോകുന്നവരെ സംബന്ധിച്ച് ഒരാവർത്തി ചിന്തിക്കുക എന്നുള്ള ഒരു ഇതാണ്. ക്ലാരിറ്റി കുറച്ചും കൂടി ഉണ്ടാവുന്നുണ്ട് പല കാര്യങ്ങളിലും, അത് മനസ്സിലാക്കി തരുന്നു എന്നുള്ളത് ആ ഒരു എനർജിയാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് കാറ്റെയിലാണ്. അപ്പോൾ പല ആളുകളെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. ജീവിതം എന്നാൽ എന്തെന്ന് മനസ്സിലാക്കി ജീവിതത്തെ മാറ്റിമറിക്കുന്ന പല തീരുമാനങ്ങളായിരിക്കും നിങ്ങൾ എടുക്കുന്നത്. അതേപോലെ തന്നെ ചില ആളുകൾ ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ കുടിയേറി പാർക്കുന്ന സാഹചര്യമുണ്ട്. അത് കുറച്ച് നാളത്തേക്ക് എന്നുള്ള രീതിയിൽ അതിനുശേഷം അതായത് ഒരു വീട് വയ്ക്കുക എന്നുള്ളൊരു സ്വപ്നം സാക്ഷാത്കരിക്കുന്നത് വേണ്ടിയിട്ടുള്ളൊരു സിറ്റുവേഷൻ അവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഈ ഒരു എനർജി. അതോടുപോലെ തന്നെ പല ആളുകളും ഗൾഫിലായിട്ടുള്ള ആളുകളും ഒരു അത്യാവശ്യം ലെവലിൽ നിങ്ങൾ നാട്ടിൽ വീട് വെച്ചു, കാര്യങ്ങളൊക്കെ റെഡിയായി, മക്കൾക്കൊക്കെ ഒരു ജോലി ആയ സിറ്റുവേഷനിൽ നാട്ടിലേക്ക് വരാനിരിക്കുമ്പോൾ വീണ്ടും പുതിയ പുതിയ കൊച്ചു കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരുന്നുണ്ടാവും. അപ്പോഴത്തേക്കും മക്കളുടെ വിവാഹം അല്ലെങ്കിൽ മക്കൾക്ക് കുട്ടികളുണ്ടായി, പിന്നെ അവരുടെ കാര്യം, അങ്ങനെ ഒരു ലെവലിലേക്ക് പോവുകയാണെങ്കിൽ അതിന്റെ പുറകെ കൂടുതലായിട്ട് പോവാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരായുസിൽ ചെയ്യേണ്ടുന്ന കാര്യം നിങ്ങളുടെ മക്കൾ വളർന്നു വലുതായി അവർക്ക് ജോലിയോ വിവാഹമായി അത് കഴിഞ്ഞിട്ട് വീണ്ടും അവരുടെ കാര്യങ്ങൾ നോക്കേണ്ടുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കില്ല. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അവർക്ക് വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികളുണ്ടെങ്കിൽ അത് നോക്കേണ്ടത് അവരാണ്, നിങ്ങളല്ല. അല്ലെങ്കിൽ മക്കൾക്ക് ഒക്കെ ജോലി കിട്ടിക്കഴിഞ്ഞെങ്കിൽ പിന്നെ അവരുടെ കാര്യം നോക്കേണ്ടത് അവരാണ്, നിങ്ങളല്ല. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ സൃഷ്ടിക്കേണ്ടുന്നതിൽ കൂടുതൽ കൊടുക്കേണ്ടതിൽ കൂടുതൽ കൊടുത്തു കഴിഞ്ഞു, ആവശ്യത്തിൽ കൂടുതൽ കൊടുക്കാതിരിക്കുക. നമ്മളെ ചാണക്യസൂത്രത്തിൽ തന്നെ പറയുന്നുണ്ട്, നമ്മൾ കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ട പോലെ കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കേണ്ട സമയത്താണ് കൊടുക്കേണ്ടത്, അല്ലാത്ത പക്ഷം നമ്മൾ കൊടുക്കുന്നതിനൊരു വില ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വന്നിട്ട് വയലറ്റ് എനർജിയാണ്. വയലറ്റ് എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വളരെ വാക്ചാതുര്യമുള്ള സമയമാണിത്. ഈ ഒരു സമയത്ത് ഫണ്ടിങ്ങിനൊക്കെ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നവർ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയിൽ നിന്നോ മറ്റൊക്കെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടാനൊക്കെ ഉണ്ടെങ്കിൽ, കടങ്ങളായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും മാർക്കറ്റ് ചെയ്യുന്നതാണ്, ബിസിനസ്സിന് വേണ്ടിയിട്ട് പിച്ച് ചെയ്യുന്നുണ്ട്, പുറത്തുനിന്നൊക്കെ ഫണ്ടിങ് വരാനുണ്ട്, ഇതൊക്കെ കിട്ടാനുള്ളവരെ സംബന്ധിച്ചിടത്തോളം പണം നിങ്ങളിലേക്ക് എത്താൻ കുറച്ച് എളുപ്പമായിരിക്കും.
കാരണം എവിടെ എന്തെങ്ങനെ പറഞ്ഞ് കാര്യം നടത്തിയെടുക്കണം എന്നുള്ള കഴിവ് നിങ്ങൾക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കഴിവ് നിങ്ങൾക്ക് ജന്മന ഉള്ളൊരു കഴിവല്ല അത്. പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ എനർജി വളരെയധികം ആ ഒരു കാര്യത്തിൽ സ്ട്രോങ് ആണ്. അപ്പോൾ അതും വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് പൈൽ നമ്പർ 3യിലേക്ക് നോക്കാം. പൈൽ നമ്പർ 3 നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പൈൽ നമ്പർ 3 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശം എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു സൂപ്പർ ഫുൾ മൂണിന് ശേഷം, നിങ്ങളുടെ സൂപ്പർ ബ്ലൂ മൂണിന് ശേഷം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. Eight of Cups, Seven of Pentacles, Page of Cups, Ten of Cups, Knight of Swords, Queen of Swords energy. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള നിങ്ങൾ ചെയ്തു തീർക്കാൻ പോകുന്ന സാഹചര്യമാണ്. ആദ്യം തന്നെ 8 ഓഫ് കപ്സ് എനർജിയാണ്. പുതിയൊരു ജീവിതത്തിലേക്ക് നിങ്ങൾ ഇറങ്ങിയാണ്. പുതിയൊരു ജീവിതത്തിലേക്ക് എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ കേരളത്തിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പുതിയൊരു ഇടത്തേക്ക് നിങ്ങൾ മാറുന്നുണ്ട്. പുതിയ സ്ഥലത്തേക്ക് മാറി അവിടെ സെറ്റിൽ ആവുന്ന എനർജിയാണ്. അതായത് ഞങ്ങൾ വിദേശ രാജ്യത്ത് യൂറോപ്പിലോ ഓസ്ട്രേലിയ, അമേരിക്ക, മറ്റേതെങ്കിലും വെസ്റ്റേൺ കൺട്രീസിലേക്ക് മാറുന്ന, അവിടേക്ക് കുടിയേറി പാർക്കുന്നതിന് വേണ്ടിയിട്ട് അവിടേക്ക് ഇമിഗ്രേറ്റ് ചെയ്തു പോകുന്നതിനും ഒരു പുതിയൊരു ജീവിതത്തിന്റെ തുടക്കം ആകുന്നതുമായിട്ടുള്ള ഒരു സൂചന ഇവിടെ തരുന്നുണ്ട്. നിങ്ങളുടെ പ്രാരബ്ധത്തിന്റെ എൻഡിങ് ആണ്. ഫുൾ മൂൺ എനർജി കംപ്ലീഷൻ ആണ്, എൻഡിങ് ആണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിലെ പ്രാരബ്ധത്തിന്റെയും പരാധീനതകളുടെയും ഒക്കെ എൻഡിങ് ആണ്. പുതിയൊരു തുടക്കം എന്ന് പറയുന്നത് നിങ്ങളുടെ പുതിയ ജീവിതത്തിന്റെ തുടക്കമാണ് എന്നുള്ളതാണ്. അപ്പോൾ പുതിയ ജീവിതത്തിന്റെ തുടക്കം എന്ന് പറയുമ്പോൾ തുടങ്ങുമ്പോൾ തന്നെ എല്ലാം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതല്ല. തുടങ്ങുമ്പോൾ അതിൽ പല കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജീവിതശൈലികൾ, ആ ഒരു മാറുന്ന രാജ്യത്തെ ജീവിതശൈലികൾ, അവിടുത്തെ ഭക്ഷണ രീതികൾ, അവിടുത്തെ ആളുകളുടെ സ്വഭാവം, അവിടുത്തെ ജോലി സംബന്ധമായിട്ട് വർക്കിംഗ് അറ്റ്മോസ്ഫിയർ, വിദ്യാഭ്യാസ സംബന്ധമായിട്ടാണ് പോകുന്നതെങ്കിൽ അവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം, അവിടുത്തെ മൊത്തത്തിലുള്ള സമ്പ്രദായം എങ്ങനെയാണ്, അവിടുത്തെ റിലീജിയൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ പുറം രാജ്യങ്ങളിൽ ഇങ്ങനെയുള്ള രാജ്യങ്ങൾ ക്രിസ്ത്യാനിറ്റി ആണെന്ന് പറയും. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ക്രിസ്ത്യാനിറ്റിയുമായിട്ട് വ്യത്യാസമുണ്ട്. പള്ളികളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചില കാര്യങ്ങളിലൊക്കെ വ്യത്യാസമുണ്ടാവും. അവരുടെ ചിന്താഗതികളിൽ വ്യത്യാസമുണ്ടാവും. പല കാര്യങ്ങളിലും വ്യത്യാസമുണ്ടാവും. ഭക്ഷണ രീതികൾ, ചില കാര്യങ്ങൾ നമ്മൾക്ക് വിയേർഡായിട്ട് തോന്നുന്നത് അവർക്ക് സർവ്വസാധാരണമായിരിക്കും. അങ്ങനെയുള്ള പല കാര്യങ്ങളിലുള്ള മാറ്റങ്ങളും എല്ലാത്തിനോടും ഒത്തുപോകാൻ പറ്റുന്നതും മറ്റു കാര്യങ്ങളുമായിട്ടുള്ളത് എങ്ങനെ ഒത്തുപോകും, എവിടെ, എന്ത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ഒരു ഭയങ്കരമായിട്ടൊരു പോസിറ്റീവ് എനർജി തരുന്ന ചില കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങളെ സംബന്ധിച്ച് കാണിക്കുന്ന ഒരു എനർജി, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജിയിൽ ഒത്തിരി മാറ്റങ്ങൾ, പുതിയ അറിവുകൾ, അല്ലെങ്കിൽ നമ്മൾ പറയും ഒരിടത്ത് ചെന്നിട്ട് നമ്മളുടെ മുഖത്ത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. കാരണം ഇതെന്താണ്, എവിടെയാണ്, എങ്ങനെയാണ് ഒന്നും അറിയില്ലാത്തൊരവസ്ഥയുണ്ടല്ലോ. ആ ഒരു സാഹചര്യമാണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷെ അതായത് നമ്മൾ പുതിയൊരു തുടക്കമാണ്, പുതിയൊരു തുടക്കത്തിലേക്ക് പോകുമ്പോൾ അതൊക്കെ തടസ്സമാണ്, അതൊരു ചലഞ്ചാണ് എന്നുള്ളൊരു മൈൻഡോട് കൂടി പോകാതെ അതൊരു ഫൺ, ഇതൊക്കെ പുതിയ കാര്യങ്ങൾ അറിയുക എന്നുള്ളത്, പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത് ഫണ്ണാണ്, അതൊരു പോസിറ്റീവ് എനർജിയാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് എന്നുള്ളതാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. ഈ ഒരു എനർജി ഓഫ് ഏസ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ പല ആളുകളെയും സംബന്ധിച്ചിടത്തോളം പാഷന്റെ പുറകെ പോകുന്ന ഒരു എനർജി ഉണ്ട്. ചില ആളുകൾ വിദേശ രാജ്യത്ത് പോയിട്ട് അവിടെയുള്ള ചില കോഴ്സുകൾ, അതായത് ഇപ്പോൾ കുക്കിംഗ് സംബന്ധമായിട്ടുള്ള ഒരു കോഴ്സാണ് എങ്കിൽ, ഇപ്പോൾ ഹോട്ടൽ റിലേറ്റഡ് ആയിട്ടുള്ള അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഭക്ഷണം പാചകം ചെയ്യുന്ന രീതികളും കാര്യങ്ങളും പഠിക്കാൻ ഇപ്പോൾ ഫ്രാൻസിലെ ഏതെങ്കിലും സ്ഥലത്ത് പോകുന്നു, അല്ലെങ്കിൽ ആർട്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളിൽ പഠിക്കാൻ വേറെ ഏതെങ്കിലും അതായത് ഓരോ സ്ഥലത്തിന് പ്രാധാന്യമുള്ള എവിടെയാണ് എന്നറിഞ്ഞ് അങ്ങനെയുള്ള ഇടങ്ങളിലെ കുറിച്ച് പഠിക്കാനും മറ്റും പോകുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്.
അതുപോലെ തന്നെ ഇവിടെ പറയുകയാണെങ്കിൽ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള സാഹചര്യം ചില ആളുകൾ സൂചിപ്പിക്കുന്നു എന്ന് പറയാം. ആ, ഒരു ഒരു ഡിലേ, ഇതുവരെ ഉണ്ടായിരുന്ന ഡിലേ ഉണ്ടാകും, ഒരു തടസ്സം, ഒന്നും നടക്കാതിരുന്ന കാര്യങ്ങളൊക്കെ നടക്കാതെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രഗ്നൻസിക്ക് വേണ്ടി ശ്രമിച്ചിട്ട് നടക്കാതിരുന്നു, ഒത്തിരി തടസ്സങ്ങളൊക്കെ ആയിട്ടുള്ളവർ വളരെ പെട്ടെന്ന്, പിന്നെ ചികിത്സയും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടൊന്നും നടക്കാതിരുന്നത് തീരെ പ്രതീക്ഷിക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ പ്രഗ്നൻസി സിറ്റുവേഷൻ വരുന്നുണ്ട്. ആ ഒരു എനർജിയാണ്. കാരണം ഒന്ന്, നിങ്ങളത് അതിനെക്കുറിച്ചിട്ടൊക്കെ മറന്നുപോയി, ഇപ്പോൾ നിങ്ങൾ വീണ്ടും തിരിച്ച് ജീവിക്കാൻ തുടങ്ങി. ഇപ്പോൾ അതൊന്നും നിങ്ങൾക്കൊരു ബാധ്യതയായിട്ട് ചിലപ്പോൾ തോന്നുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ സങ്കടമായിട്ട് ഇടയ്ക്ക് തോന്നുന്നുണ്ടാവും. പക്ഷെ നിങ്ങളൊരു പ്രഷർ ഇല്ല ഇപ്പോൾ നിങ്ങൾക്ക്, അതൊക്കെ മറന്നു. ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഫ്രീ ആയിരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു. പുതിയ പുതിയ നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ആ ഒരു സന്തോഷം, പക്ഷെ പ്രഷറും ടെൻഷനും ഇല്ല. അതേസമയം ഹാപ്പി റൊമാൻറ്റിക് ലൈഫ് ആണെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് ഒരു പ്രഗ്നൻസി സിറ്റുവേഷനും ഇവിടെ കാണിക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട്. ഇനി 7 ഓഫ് പെന്റക്കിൾസ് എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചുറ്റും, അതായത് ഇവിടെ സൂചിപ്പിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത്, നിങ്ങൾ എന്തെങ്കിലും സംരംഭമൊക്കെ തുടങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സഹായ ഹസ്തങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ ചെറിയ രീതിയിൽ ബിസിനസ് ഒക്കെ സ്ഥാപിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾ പാർട്ട്ണർഷിപ്പിൽ തുടങ്ങാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സാമ്പത്തികമായിട്ട് നിങ്ങൾ തീരെ പിന്നോക്കം നിൽക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയും നിങ്ങൾ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുകയും ചെയ്യുന്ന രീതിയിൽ പ്രോഫിറ്റ് ഒരേപോലെ എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവന്ന് അത് ആ ഒരു രീതിയിൽ കാര്യങ്ങൾ നടത്തി പോകുന്നതായിട്ടുള്ള ഒരു സൂചന തരുന്നുണ്ട്. ഹാർഡ് വർക്കിംഗ്, അതായത് ചെയ്ത അതായത് എന്ത് ജോലി ചെയ്യുന്നോ, കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടോ, എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ കഠിനാധ്വാനം ചെയ്തിട്ടുള്ളത്, അതിനുള്ള നല്ല ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. കൃഷിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ കൃഷിയിലൊക്കെ നല്ല വിളവെടുപ്പ് കിട്ടാൻ പറ്റുന്ന ഒരു സമയമാണ് ഇവിടെ. അതേപോലെ എക്സോട്ടിക് ആയിട്ടുള്ള, അതായത് മറ്റ് രാജ്യങ്ങളിലൊക്കെ കൂടുതലായിട്ട് കിട്ടുന്ന, നാട്ടിൽ അത്രയും കോമൺ അല്ലാത്ത എന്തെങ്കിലും കൃഷികൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നാട്ടിൽ അത്രയും നമ്മൾ സുലഭമായി കിട്ടാത്തത്, ഇപ്പോൾ റാസ്ബെറി, സ്ട്രോബെറി പോലുള്ള കാര്യങ്ങൾ, ഡ്രാഗൺ ഫ്രൂട്ട്, ഇതൊക്കെ അങ്ങനെ എല്ലായിടത്തും കോമൺ ആയിട്ടുള്ള കാര്യങ്ങളല്ല. അപ്പം അങ്ങനെയുള്ളത് കൃഷി ചെയ്യുന്നത്, അതിലോ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും കൃഷി സമ്പ്രദായം അവലംബിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഒത്തിരി നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൃഷി എന്നതിൻ്റെ അപ്പുറത്തേക്ക് റിസർച്ച് ചെയ്യുന്ന, അതായത് അഗ്രികൾച്ചറൽ, ഫോറസ്ട്രി ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതൊക്കെയുള്ള അഗ്രികൾച്ചറൽ സയൻസസോ ഫോറസ്ട്രിയും അതുപോലെയുള്ള ബയോളജി അതേപോലെയുള്ള കാര്യങ്ങളായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഉള്ള വിദ്യാഭ്യാസമാണെങ്കിലും, ഇപ്പോൾ റിസർച്ച് ഒക്കെ ചെയ്യുന്നവരാണെങ്കിലും അതിലൊക്കെ ഉയർച്ച ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ വൈൻ ടേസ്റ്റിംഗ്, ചില ആളുകൾ വ്യത്യസ്തമായിട്ടുള്ള ജോലികളിലേക്കും പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു വൈൻ ടേസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്, വൈൻ ടേസ്റ്റർ ആവാം, ടീ, കോഫി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട്, അതായത് അതിന്റെ ഇത് നിർണ്ണയിക്കുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ജോലിയാണ്. വളരെയധികം സൂക്ഷ്മത വേണ്ടുന്ന ജോലിയും ആ ഒരു ജോലിയിലേക്ക് എത്തിപ്പെടാനുള്ള കാര്യങ്ങളൊക്കെ, അതായത് ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള മേഖലയിൽ അധികം ആളുകൾ കേട്ടിട്ടില്ലാത്ത, അധികം ആളുകൾ ഇങ്ങനൊരു ജോലിയിലേക്ക് ഉണ്ട് എന്നറിയാത്ത ലെവലിൽ നിൽക്കുന്ന തരത്തിലുള്ള ജോലിയിലേക്ക് ഉള്ള ഒരു യാത്ര ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതും നിങ്ങളെ സംബന്ധിച്ച് കാണിക്കുന്നു. നെക്സ്റ്റ് വന്നിട്ട് പേജ് ഓഫ് കപ്സ് എനർജിയാണ്. പേജ് ഓഫ് കപ്സ് എനർജി ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ കഴിവ് പുറത്തെടുക്കാനുള്ള അവസരമാണ് ഈ ഒരു സമയത്ത് കാണിക്കുന്നത്. അപ്പോൾ ഈ കഴിവ് പുറത്തെടുക്കുക എന്ന് പറയുമ്പോൾ, ഈ പേജ് ഓഫ് കപ്സ് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കഴിവുകൾ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് വളരെ അടുപ്പമുള്ള ആളുകൾക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും. പക്ഷെ അത് പലരും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ, ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ അതൊരു അതിലൂടെ വരുമാനം നേടാമെന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. അതിലൊക്കെ ഇത്ര വലിയ കാര്യമില്ല എന്നുള്ള രീതിയിലായിരിക്കും മറ്റുള്ളവർ, നിങ്ങളുടെ ഫാമിലിയിലുള്ളവരോ മറ്റുള്ളവരോ നിങ്ങളെ ധരിപ്പിച്ചിട്ടുണ്ടാവുക. ഇപ്പോൾ നിങ്ങളൊരു ചിത്രം വരയ്ക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ അത് സ്വാഭാവികം, ഓക്കെ, വരയ്ക്കുക, ഒരു ഹോബിയാണ്. പക്ഷെ പഠിച്ച് നല്ലൊരു ജോലി നേടുക, ഒരു എഞ്ചിനീയറോ ഡോക്ടറോ ആവുക, ഇതായിരിക്കും കൊച്ചിലെ തുടങ്ങി നിങ്ങൾ കേട്ട് വളർന്നിട്ടുണ്ടാവുക. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ ഇഷ്ടം ചിലപ്പോൾ വരയ്ക്കാനായിരിക്കും, പെയിന്റിംഗ് ആയിരിക്കും, ഡ്രോയിങ് ആയിരിക്കും. പക്ഷെ അതൊരു ജോലിയായിട്ട് കാണാൻ ഇപ്പോൾ യൂട്യൂബ് ചെയ്യുന്നുണ്ട്. യൂട്യൂബിലൂടെ മാത്രം വരുമാനം നേടുന്ന ഒത്തിരി പേരുണ്ട്. ഇപ്പൊ നാട്ടില് ആണെങ്കിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ യൂട്യൂബ് കൊണ്ട് മാത്രം
കോടികൾ സമ്പാദിക്കുന്ന ആളുകൾ, അതായത് അവരുടെ സോൾ ഒരേ ഒരു ജോലി എന്ന് പറയുന്നത് ഇൻകം സോഴ്സ് യൂട്യൂബ് ആവാം. അപ്പോ ആ ഒരു കാലഘട്ടം വരെ ഇപ്പോഴും അതൊരു ജോലിയായിട്ട് പലരും കരുതുന്നില്ല. കാരണം യൂട്യൂബ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതോടൊപ്പം തന്നെ എന്തായാലും നല്ലൊരു ജോലി വേണം എന്നുള്ളത് അതൊരു പാർട്ട് ടൈം ആയിട്ടാണ് പലരും കരുതുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എനർജിയിലും ഇതായിരുന്നു, പക്ഷെ ഇപ്പൊ അതിലൊരു മാറ്റം വരുന്നുണ്ട്. നിങ്ങൾ ജീവിതത്തിന്റെ ലൈറ്റർ സൈഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ തുടങ്ങുകയാണ്. നിങ്ങളുടെ ഇമാജിനേഷനെ ഫ്രീ ആക്കി വിടുകയാണ്, കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഫ്യൂച്ചറിൽ നിങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങൾ ഫ്യൂച്ചറിനെ കുറിച്ച് നല്ലോണം മനസ്സിലാക്കി പ്രാക്ടിക്കൽ ആവുകയും അതേസമയം തന്നെ നിങ്ങളുടെ ഫോളോയിങ് യുവർ ഹാർട്ട് എനർജിയും ഒരുമിച്ച് കൂടി കൊണ്ടുപോകുന്ന സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് 10 ഓഫ് കപ്സ് എനർജിയാണ്. ഈ ഒരു 10 ഓഫ് കപ്സ് എനർജി എന്ന് പറയുന്ന കുടുംബവുമായിട്ട് ഒത്തിരി നാളുകൾക്ക് ശേഷം നിങ്ങൾക്ക് ഒരുമിച്ച് ചേർന്ന് ഇരിക്കാൻ പറ്റുന്നതിന്റെ ഒരു സംതൃപ്തി നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആവും. ഇപ്പോൾ അടുത്തിടയ്ക്ക് വിവാഹം കഴിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഹണിമൂണിന് പോകുന്നതോ ഒരുമിച്ചുള്ള യാത്രയോ ഒരു വിദേശ യാത്രയോ ഒക്കെ ആവാം. അല്ലാത്ത തന്നെയും കുടുംബത്തിൽ ഇപ്പോൾ അച്ഛനമ്മ മക്കളെ ഒരുമിച്ചുള്ള യാത്രകളും ഒരുമിച്ച് സമയം ചെലവഴിക്കുക എന്നുള്ളൊരു സിറ്റുവേഷനാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. മറ്റുള്ളവരുമായിട്ട് ചേർന്നിട്ട് സമയം ചെലവഴിക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളുടെ ഡ്രീം ഹോം, നിങ്ങൾ സ്വപ്നം കണ്ട ഒരു സ്വപ്ന ഭവനം നിങ്ങൾ സ്വന്തമാക്കാൻ സാധ്യതയുള്ള സമയമാണ് അടുത്ത് തന്നെ കാണിക്കുന്നുണ്ട്. അതേപോലെ കുട്ടികൾ കുടുംബമായിട്ട് സന്തോഷമായിട്ട് നിങ്ങൾക്ക് സമയം ചെലവഴിക്കാൻ പറ്റുന്നു എന്നുള്ളത്. നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിലൊരു ഭയങ്കരമായിട്ടുള്ള സംതൃപ്തി, യു ആർ ഫീലിംഗ് ബ്ലെസ്ഡ്. നിങ്ങൾ ആഗ്രഹിച്ചൊരു ലൈഫ് നിങ്ങൾക്ക് കിട്ടി. അത് നിങ്ങൾ ആ ഒരു ജീവിതം നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിച്ച പോലെ ആ ഒരു ജീവിതം ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ആഘോഷവും സെലിബ്രേഷനും ഒക്കെ ഉണ്ട്. ചില ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളൊരു ഫാമിലിയുടെ ഒരു ന്യൂ മെമ്പർ എന്നുള്ള രീതിയിൽ പറയാം. അതായത് നിങ്ങളൊരു പെറ്റിനെ വാങ്ങിക്കുന്നുണ്ടാവും, ഒരു നായ്ക്കുട്ടിയോ പൂച്ചക്കുട്ടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു എക്സോട്ടിക് ആയിട്ടുള്ള പെറ്റിനെ വാങ്ങിക്കാനുള്ള ഒരു സിറ്റുവേഷനും ഇതിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സമയം നല്ല വായഭാഗ്യം നമ്മൾ പറയും ഉള്ള സമയമാണ്. അപ്പൊ നിങ്ങൾ എവിടെ ചെല്ലുകയാണെങ്കിലും പൊതുവെ ചിലപ്പോഴൊക്കെ നമ്മൾ ചിലയിടത്ത് ചെല്ലുമ്പോൾ പെട്ടെന്ന് കയറി ചെല്ലുമ്പോൾ ഒന്നും ഉണ്ടാവില്ല എന്ന് പറയും. പക്ഷെ നിങ്ങൾ എപ്പോൾ ചെന്നാലും എവിടെ ചെന്നാലും ഏതെങ്കിലും വീട്ടിൽ അവർ ഏറ്റവും ആ മാസത്തിൽ തന്നെ ഏറ്റവും നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ദിവസമായിരിക്കും നിങ്ങൾ അവിടെ കയറി ചെല്ലുക. നിങ്ങൾ ചെല്ലുന്ന സമയത്ത് മിക്കവാറും എല്ലായിടത്തും ബിരിയാണി എന്നുള്ള രീതിയിൽ പറയുന്ന പോലെ, ബിരിയാണി എന്ന് ലിറ്ററലി പറഞ്ഞതല്ല, അതുപോലെ നല്ല ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നൈറ്റ് ഓഫ് സോട്ട്സ് എനർജിയാണ്. യാത്രകൾ നേരത്തെ പറഞ്ഞിരുന്നു, വിദേശ യാത്രയുണ്ട്. അപ്പോൾ ഫ്ലൈറ്റ് വായുമാർഗം സഞ്ചരിക്കുന്ന സാഹചര്യം എന്നുള്ള പറയാം. നൈറ്റ് ഓഫ് സോട്ട്സ് എനർജി എന്ന് പറയുന്നത് പലരും നിങ്ങളെ തോൽപ്പിക്കാൻ ആരൊക്കെ ശ്രമിച്ചാലും നിങ്ങൾ തോൽക്കുന്നില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു എനർജി, നൈറ്റ് ഓഫ് സോട്ട്സ് എനർജി എന്ന് പറയുന്നത് നിങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ കൂടുതലായിട്ടും നിങ്ങൾക്ക് അടുപ്പമുള്ള ആളുകളാണ്. കാരണം ചുറ്റുപാടും ഒരു ഡ്രാമയാണ്. അപ്പോൾ ഇവിടെ അടുത്തിടയ്ക്ക് വിവാഹിതരായിട്ടുള്ളവരാണെങ്കിൽ ഇത് നിങ്ങളുടെ സ്പൗസും ഇൻലോസും തമ്മിലുള്ള പ്രശ്നമാണ്. അവർ തമ്മിൽ ഒത്തുപോകാത്തത്, അവരുടെ ഉള്ളിലുള്ള ഒരു അപകർഷത ബോധം, വിവാഹശേഷം ഇനി നിങ്ങൾ മറ്റേയാളെ കൂടുതൽ സ്നേഹിക്കുമോ, എന്നെയാണോ സ്നേഹിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ, ഡ്രാമ, ഇങ്ങനെയുള്ള ഡ്രാമയിൽ കൂടുതൽ ഇൻവോൾവ് ആവാതിരിക്കുക, അവോയ്ഡ് ചെയ്യുന്നതാണ് പരമാവധി നല്ലത്. കാരണം ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഒന്നും നടക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കാനുള്ളത്. എന്തായാലും ആ ഒരു എനർജി ഒത്തിരി കുടുംബത്തിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അത് വളരെ ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം കൂടിയാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നു. ഇനി ക്യൂൻ ഓഫ് കപ്സ് എനർജിയാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ ഒരു പ്രഗ്നൻസി സിറ്റുവേഷൻ ചാൻസസ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ പറയുന്ന ഒരു പ്രഗ്നൻസി സിറ്റുവേഷൻ ഇവിടെ നിങ്ങൾക്ക് പറയാനുള്ളത്, ഇപ്പൊ ലിറ്ററൽ എനർജിയിൽ പറയുകയാണെങ്കിൽ നമ്മള് ചില ക്ഷേത്രങ്ങളിലല്ല, പല ക്ഷേത്രങ്ങളിലും ഉള്ള ഒരു വഴിപാടാണ് മീനൂട്ട് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഭക്ഷണം കൊടുക്കുക പക്ഷിമൃഗാദികൾക്ക്, അത് ചെയ്യാവുന്ന കാര്യമാണ്. അതൊരു വഴിപാട് എന്ന നിലയിലാണെങ്കിൽ മീനൂട്ട് നടത്താവുന്നതാണ് ഒന്ന്. അതല്ല എങ്കിൽ നിങ്ങൾ എവിടെയാണോ ഉള്ളത് മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട്, അത് നിങ്ങൾ വീട്ടിൽ വളർത്തുന്ന മൃഗത്തിനെ എന്നുള്ളതല്ല, അത് വളർത്തുന്ന മൃഗം തീർച്ചയായിട്ടും നമ്മളത് നല്ല രീതിയിൽ നോക്കും, നമ്മുടെ കുടുംബത്തിലുള്ള ഒരു അംഗത്തെ പോലെ തന്നെ. പക്ഷെ മറ്റ് ജീവജാലങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ
അതിപ്പോ നിങ്ങൾ ചെറിയ രീതിയിൽ എന്തെങ്കിലും പുറത്ത് വെള്ളം വയ്ക്കുകയോ കഴിക്കാനുള്ളത് അങ്ങനെ ഇപ്പോ ഇവിടെയൊക്കെ മഞ്ഞുള്ള സമയത്ത് നമ്മൾ മരത്തിൽ തൂക്കിയിടുന്നുണ്ട് കിളികൾക്ക് തിന്നാനായിട്ട്. കാരണം ആ സമയത്തൊന്നും അവർക്ക് തിന്നാനൊന്നും വേറെ ഉണ്ടാവില്ല. അത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതുപോലെ എന്തെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ വെള്ളമോ മറ്റു കാര്യങ്ങളൊക്കെ അത് പക്ഷിമൃഗാദികൾക്ക് വേണ്ടിയിട്ട് മറ്റ് ജന്തു ജീവജാലങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാം. അന്നദാനവും ചെയ്യാവുന്നതാണ് ഈ ഒരു സമയത്ത്. നിങ്ങളുടെ പല ആഗ്രഹങ്ങളും സഫലമാക്കുന്ന ഒരു സാഹചര്യം എന്നുള്ളതാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. വെള്ളം വളരെ നല്ലൊരു എനർജി. വെള്ളം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വാട്ടർ എനർജീസ് ആയിട്ടുള്ളവർ, പൈസസ്, സ്കോർപ്പിയോ, ക്യാൻസറിൽ ജനിച്ചിട്ടുള്ളവർ, അല്ലാത്തവർക്കാണെങ്കിലും വെള്ളം, അതായത് വെള്ളത്തെ പോലെ ഏത് സാഹചര്യത്തിനും ഒത്തുപോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ്. ബീച്ചിലോ അതുപോലുള്ള ഇടങ്ങളിൽ ഇപ്പോൾ ഒരു പീസ് ഓഫ് മൈൻഡ് ഉണ്ടാകാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള എന്തെങ്കിലും കുറച്ച് ആ ഒരു എനർജി എന്ന് പറഞ്ഞാൽ വാട്ടർ എനർജി സ്ട്രോങ് ആണ്. അപ്പോൾ മാനിഫെസ്റ്റേഷൻ വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ വാട്ടർ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുക. കുളിക്കുമ്പോൾ ഒരു നുള്ളു കടലുപ്പിട്ടിട്ട് കുളിക്കുക. അങ്ങനെയുള്ള വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എന്തെങ്കിലും റിച്വൽസോ അങ്ങനെയുള്ളതൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് കൂടി പറഞ്ഞു നിർത്തുകയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി പറയാനുണ്ടായത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു ഫോർ വാച്ചിങ്.